ക്രിക്കറ്റ് ശബ്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPL ഇന്ന് CSKയും ഡൽഹിയും തമ്മിലാണ് പോരാട്ടം. രണ്ട് ടീമും വിജയിച്ചേ പറ്റൂ. 7ാം സ്ഥാനത്താണ് ഡൽഹി എങ്കിൽ 6ാം സ്ഥാനത്താണ് CSK കഴിഞ്ഞ കളി ശരിയാണ്, മുംബൈനെ തോൽപ്പിച്ചിട്ടാണ് വരുന്നത്. അതിന്റെ ആത്മവിശ്വാസം CSKക്ക് ഉണ്ട്. പക്ഷെ ഡൽഹിയുടെ അവസ്ഥ ഇപ്പൊ അങ്ങനെയല്ല. ഡൽഹി കുറച്ച് പ്രശ്നത്തിലൂടെയാണ് ഡൽഹി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ശരിയാണ്, കഴിഞ്ഞ മത്സരം ജയിച്ചിട്ടുണ്ട്, ശരിയാണെന്ന് മറക്കുന്നില്ല. അപ്പൊ ഇന്നത്തെ മത്സരം ഒരു ത്രില്ലർ പോരാട്ടമായിരിക്കും, സംശയം വേണ്ട. നമുക്ക് ഏതായാലും പിച്ച് റിപ്പോർട്ടും ടീം ന്യൂസും പ്രോബിൾ ലൈനപ്പിന്റെ കാര്യങ്ങൾ നോക്കാം. മത്സരം ഡൽഹിയിലാണ് നടക്കുക. അപ്പോൾ ഡൽഹിയിലെ പിച്ച് കണ്ടീഷൻ വെച്ചിട്ട് നമുക്കറിയാമല്ലോ, ഡൽഹിയിലെ പിച്ചിൽ വലിയ ടോട്ടൽ തന്നെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്, ഇത് മറക്കേണ്ടതില്ല. അതും ഡൽഹി സ്റ്റേഡിയത്തില് അതായത് ഒരു 190-200 വരുന്ന അത്ഭുതപ്പെടാനില്ല അങ്ങനത്തെ ഒരു പിച്ചാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇവിടെ ലോ സ്കോറിംഗ് വിജയം വന്നിട്ടുണ്ട്, കാര്യം മറക്കുന്നില്ലല്ലോ. അപ്പോ ഒരു നല്ല മത്സരം കാണാൻ സാധിക്കും. പിന്നെ ടോസ് കിട്ടിയാൽ ജയിച്ചതിനായിരിക്കും രണ്ട് ടീമിന്റെ ക്യാപ്റ്റന്മാർ ഉദ്ദേശിക്കുക എന്ന കാര്യത്തിൽ സംശയങ്ങൾ വേണ്ട. മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഡൽഹിക്ക് ഇപ്പോൾ ഒരു ഹാപ്പി ലോസ് ഒരു പക്ഷേ NBD കളിച്ചേക്കും. NBD സീസൺ ആയിട്ട് വേണ്ടി മികച്ച സ്പെല്ലുകളാണ് ആദ്യത്തെ പത്താത്തൊക്കെ ആരംഭിക്കൊണ്ടിരുന്നത്. പിന്നെ അദ്ദേഹത്തിന് പരിക്ക് വരുന്ന കാര്യം നമുക്കറിയാമല്ലോ. പഞ്ചാബ് ക്യാച്ച് എടുക്കാൻ ട്രൈ ചെയ്യുന്നു, അദ്ദേഹം പുറത്തേക്ക് പോകുന്നത്. അപ്പൊ അദ്ദേഹം പിറ്റാണ്, അദ്ദേഹം കളിച്ചേക്കും എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ജയമോത്തന അദ്ദേഹം റീപ്ലേസ് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ സാഹിബ് ബരാക്ക് ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല. ദേശീയ അങ്ങനെയാണെങ്കിൽ 19 സ്ഥാനത്ത് തന്നെ ഓപ്പണർ കണ്ടിന്യൂഷൻ ഡേവിഡ് മില്ലറിൽ പുറത്തിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. പിന്നെ CSKയുടെ കാര്യത്തിലേക്കൊന്നല്ല, MS ധോണിയുടെ കാര്യം. MS ധോണി ഡൽഹിയിലേക്ക് ട്രാവൽ ചെയ്തിട്ട് അദ്ദേഹം ചബൂൺ കാപ്പ് ഇഞ്ചുറിയിൽ നിന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഊർവിൽ പട്ടേൽ സർഫറാസ് ഖാൻ ഒരാൾ കളിക്കാൻ ചാൻസ് ഇല്ല. രാമകൃഷ്ണ ഘോഷിന്റെ കാര്യം, അദ്ദേഹം ഡെബ്യൂ എന്ന് വായിച്ചത്, പക്ഷെ അദ്ദേഹം റൂൾഡ് ഔട്ട് ആയി റൂൾഡ് ഔട്ട് ആണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് പകരം ഇന്ന് നമ്മളെ ഗുജറാത്ത് പെയിന്റിങ്ങോ ആകാശ് മധുവാണൊക്കെ കളിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നിതീഷ് റാണി മറ്റൊരു വിഷയം. നിതീഷ് റാണി ഇപ്പൊ മികച്ച ഫോമിലേക്ക് വരുന്നുണ്ട്. പിന്നെ അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ ഈ സീസണിൽ തന്നെ അദ്ദേഹം 152 റൺസ് അടിച്ചു. അതായത് ലാസ്റ്റ് 4 ഗെയിമിൽ 152 സ്ട്രൈക്കിലാണ് ബാറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. 2 ഫിഫ്റ്റീസ് അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അദ്ദേഹം ഇപ്പോൾ സ്പിന്നെതിരെയും ഡെലിവറീസിനെതിരെയൊക്കെ നല്ല ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അക്യുറസിന്റെ കാര്യം, അദ്ദേഹം ആകുമ്പോൾ ലെഫ്റ്റ് ഹാൻഡറാണ്. അപ്പൊ നിതീഷ് റാണയ്ക്ക് ഇന്ന് കൂടുതൽ ബാറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന കാര്യത്തിൽ സംശയങ്ങളും വേണ്ട. പിന്നെ കഴിഞ്ഞ കളി അക്യുറസിനെ കളിപ്പിച്ചിട്ടില്ല, ഇക്കാലം അക്യുറസിനെ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അൻസുൽ കമ്പോസ് ഇപ്പൊ സെക്കൻഡ് ഹൈയസ്റ്റ് റാങ്ക് ഇന്ത്യൻ ബൗളറാണ് MVP ലിസ്റ്റില് പോലെ. പിന്നെ അദ്ദേഹം 15.82 ഏവറേജിലാണ് അദ്ദേഹം ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പർപ്പിൾ ക്യാപ്പിൽ അദ്ദേഹം സെക്കൻഡുമാണ്. അപ്പോ അദ്ദേഹത്തിന് കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കട്ടെ. പിന്നെ ഡൽഹിയുടെ ബൗളേഴ്സ് പവർ പ്ലേയിൽ കുറച്ച് പൂവറാണ്. അവർക്ക് വിക്കറ്റ് ലെസ് ആണ്. അവർക്ക് വിക്കറ്റ് ലെസ് എന്നല്ല, അവർക്ക് പിച്ചിൽ പന്ത് വരാൻ പറ്റുന്നില്ല. പിന്നെ CSK നിതീഷ് റാണയെ ടാർഗറ്റ് ചെയ്യും, അവർക്ക് സംശയങ്ങൾ വേണ്ട. പിന്നെ രാഹുലും നിസാങ്കിയൊക്കെ മികച്ച രീതിയിൽ തുടങ്ങിയാൽ അത് പണിയാവുകയും CSKക്ക്. അങ്ങനെ രണ്ട് ടീമിലെ പ്രോബബിൾ ലൈനപ്പ് കാര്യങ്ങളിലേക്ക് നമുക്കിന്ന് പോയി കഴിഞ്ഞാൽ CSKയുടെ കാര്യത്തിൽ സഞ്ജുവും ഋതുരാജ് ഗെയ്ക്കോടും കൂടി ഓപ്പൺ ചെയ്തതിൽ സർഫറാസ് ഖാനോ ഉർവിൽ പട്ടേൽ നമ്പർ 3 കളിച്ചാൽ നമ്പർ 4 കാർത്തിക് ശർമ്മ വഴി, നമ്പർ 3 ഡബിൾ ബോയ്സ്, നമ്പർ 6 ശിവൻ ദുബെ, നമ്പർ 7 ജെയിൻ ഓവർട്ടൽ, നമ്പർ 8 പ്രശാന്ത് നീർവന്നാൽ, നമ്പർ 9 നൂർ അഹമ്മദ് വഴി, നമ്പർ 10 അൻസുൽ കമ്പോസ്, നമ്പർ 11 ആകാശ് മധുവാളോ ഗുജറാത്ത് പെയിന്റിങ്ങോ കളിക്കും. ഇമ്പാക്ട് ആയിട്ട് മികച്ചവരാണ് സാധ്യത കൂടുതലും കാണുന്നത്. മറുഭാഗത്ത് ഡൽഹിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പത്തും നിസാങ്കിയും KL രാഹുലും ഓപ്പൺ ചെയ്ത് നിതീഷ് റാണ നമ്പർ 3 കളിച്ചു, ക്രിസ്ത്യൻ ക്രിപ്റ്റ് നമ്പർ 4 കളിക്കും. അങ്ങനെയാണ് അശുതോഷ് നമ്പർ 3 നമ്പർ 3 കളിച്ചാൽ അക്ഷർ പട്ടേൽ നമ്പർ 7 ഇബ്രാജി നിഗം അല്ലെങ്കിൽ നമ്പർ 8 കളിക്കും. നമ്പർ 9 നിഖിൽ താർക്കണ, നമ്പർ 10 ഡിംഗിസാൻ ഇന്ത്യയിൽ വരും, നമ്പർ 11 യാദവ്. ഇമ്പാക്ട് ആയിട്ട് ഈ നടരാജ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുപോലെ മികച്ച പോരാട്ടം കാണാൻ സാധിക്കട്ടെ. ഈ മത്സരത്തിൽ നമ്മുടെ പ്രഡിക്ഷൻ ഡൽഹി ക്യാപിറ്റൽസ് വിജയിക്കുന്നതാണ്. അപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വീട്ടിലെത്താം.